ഹായ് ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതുപോലത്തെ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് നല്ല ഫ്ലെയർഡ് പലാസോ പാൻ്റാണ് കേട്ടോ തയ്ച്ചെടുക്കുന്നത്. സ്കർട്ട് പലാസോ എന്നും സർക്കുലർ പലാസോ എന്നൊക്കെ ഇതിന് പേരുണ്ട്. അപ്പോൾ ആ ഒരു പലാസോ തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 മീറ്റർ തുണിയാണ് ഇട്ടോ എടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം നല്ല വീതി വരുന്നുണ്ട്. പിന്നെ ഇങ്ങനത്തെ പലാസോ പാൻ്റ് ഒക്കെ തയ്ക്കാൻ വേണ്ടിയിട്ട്, അതായത് ഫ്ലെയർ പലാസോ പാൻ്റ് തയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയൽ എന്തായാലും നല്ല വീതിയുള്ള തുണി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോഴുള്ളൂ നമുക്ക് അത്യാവശ്യം നല്ല ഫ്ലെയറിൽ വല്ലാതെ അതിൻ്റെ അടിയിൽ നമുക്ക് വലിയ ആൾക്കാർക്കൊക്കെ തയ്ക്കാന്നുണ്ടെങ്കിൽ അടിയിൽ നമുക്കൊരു പീസ് ജോയിന്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ തയ്ച്ചെടുക്കാൻ പറ്റുന്നുണ്ടാവുക. ഇതിപ്പോൾ ഞാൻ കുറച്ച് ചെറിയ കുട്ടിക്കാണ് ചെയ്യുന്നത്. ഇതിന്റെ വേസ്റ്റ് റൗണ്ട് 28 ഇഞ്ചും അതേപോലെ തന്നെ ഈ പാൻറിന്റെ ലെങ്ത് വരുന്നതും 28 ഇഞ്ചാണ്. ആ ഒരു അളവിലുള്ള കുട്ടിക്കാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് ചെയ്ത് കാണിക്കുന്നത്. പിന്നെ നിങ്ങൾ ഇത്ര വയസ്സുള്ള കുട്ടിക്ക് എങ്ങനെയാ അളവ് എടുക്കുക, എത്ര അളവ് എന്നൊന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിക്കണോലുണ്ട്. അപ്പൊ എനിക്ക് അവരോട് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, ഞാനിതിന് മുമ്പ് ഒരു ഉടുപ്പ്, ഒരു ഫ്രോക്ക് തയ്ക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വീഡിയോയില് ഞാൻ 8 വയസ്സുള്ള ഒരു കുട്ടിക്കാണ് ആ ഫ്രോക്ക് തയ്ച്ചു കൊടുത്തത്. പക്ഷെ അവരുടെ വീട്ടിൽ തന്നെ 10 വയസ്സായ കുറച്ചുകൂടി വലിയൊരു കുട്ടിയുണ്ട്. പക്ഷെ ആ കുട്ടി ഈ കുട്ടീനേക്കാളും തടി കുറവാണ്, നീളം ഏകദേശം ആ കുട്ടിയുടെ അത്ര തന്നെയാണ് ഉള്ളത്. അപ്പൊ അവര് പറഞ്ഞു അതിനേക്കാൾ 1 ഇഞ്ച് വീതി കുറച്ചിട്ട് ഓൾക്ക് ഉടുപ്പടിച്ചാൽ മതി, ലെങ്ത് ഒക്കെ അതേ സെയിം അളവ് തന്നെ മതി എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന അളവ് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. കാരണം നിങ്ങളെ കുട്ടികൾ തടിയുള്ള കുട്ടികളാണോ നീളമുള്ള കുട്ടികളാണോ എന്നുള്ളത് എനിക്കറിയില്ലല്ലോ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന മെഷർമെന്റ് തെറ്റായി പോകാൻ ചിലപ്പോൾ സാധ്യത ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞു തരാത്തത് കേട്ടോ. ഞാൻ കുറെ പേർക്ക് കമന്റിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി മുതൽ ഞാൻ അങ്ങനെ പറഞ്ഞു തരൂല. കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ തെറ്റിയിട്ട് പിന്നെ എന്നോട് കംപ്ലൈന്റ് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരാത്തത്. അല്ലാതെ എനിക്ക് പറഞ്ഞു തരാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടല്ല കേട്ടോ. അപ്പൊ അതൊന്നും നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ അതേപോലെ തന്നെ ഞങ്ങളെ വീട്ടിലുള്ള 2 കുട്ടികളുണ്ട്. ഒന്ന് താത്താന്റെ കുട്ടി, ഒന്ന് കാക്കുന്റെ കുട്ടിയുണ്ട്. അപ്പൊ താത്താന്റെ കുട്ടി 5.5 വയസ്സ് കഴിഞ്ഞിരിക്കണു. പക്ഷെ ഞാൻ വീഡിയോയിൽ കാണിക്കാറുള്ള കുട്ടി ഉണ്ടല്ലോ, അവൾക്ക് 3.5 വയസ്സാണ് ഉള്ളത്. പക്ഷെ ഇവര് രണ്ടാളെയും മെഷർമെന്റ് ഒരേ മെഷർമെന്റും ആണ്. പിന്നെ ആ വലിയ കുട്ടി ഉണ്ടല്ലോ, ഓൾ കുറച്ച് തടി കുറവാണ്. ഈ 3.5 വയസ്സുള്ള കുട്ടിനേക്കാളും കുറച്ച് തടി ഇല്ലാത്ത കുട്ടിയാണ് 5.5 വയസ്സുള്ള കുട്ടി. അപ്പൊ 2 വയസ്സ് വ്യത്യാസം ഉണ്ടെങ്കിലും ഓല രണ്ടാളും മെഷർമെന്റ് ഒപ്പാണ് ഞാൻ എടുക്കല്. ഏകദേശം ഒരേ മെഷർമെന്റിൽ തയ്ച്ചിട്ട് പിന്നെ വലിയ കുട്ടിക്ക് ഞാൻ ഒന്നും കൂടി ഷേപ്പ് ആക്കിയിട്ടാണ് കൊടുക്കല്. അപ്പൊ ഞാൻ പറയുന്ന അളവുകൾ തെറ്റുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ കമന്റിൽ പറഞ്ഞു തരാത്തത് കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാണ്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഈ വീഡിയോ നമുക്ക് ഫുൾ ആയിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ പലാസോ പാന്റ് തയ്ക്കുന്നത് വിശദമായിട്ട് ഞാൻ ഇതിൽ പറയുന്നുണ്ട്. അതേപോലെ അംബ്രല കട്ടിങ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ വേസ്റ്റിൽ എടുക്കേണ്ട ആ ഒരു മെഷർമെന്റ്, അതായത് നമ്മൾ ഇങ്ങനെയാണല്ലോ ഇത് കട്ട് ചെയ്യുക. ഈ തുണി നമ്മൾ ഇങ്ങനെ ക്രോസ് ആക്കി പിടിച്ചിട്ടാണ് കട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ ഈ ഒരു വേസ്റ്റ് ഭാഗം ഉണ്ടല്ലോ, ഈ വേസ്റ്റ് ഭാഗത്ത് നമുക്ക് ഇവിടെ എത്ര മെഷർമെന്റ് ആണ് എടുക്കേണ്ടത്, അത് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് ഞാൻ ഇതിൽ കറക്റ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയി പറഞ്ഞു തരുന്നുണ്ട്. ഇത് സെമി പലാസോ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതായത് ഈ ഒരു തുണിനെ നമ്മൾ 2 ആക്കിയിട്ട് മാത്രമാണ് മടക്കുന്നത്. ഇങ്ങനെ 2 ആക്കി മടക്കിയിട്ട് അതിന്റെ ഈ ഒരു ക്രോസ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഇത് സെമി പലാസോ ആയിട്ടാണ് വരിക, അല്ലെങ്കിൽ സെമി അംബ്രല. ഓക്കെ, സെമി അംബ്രല കട്ട്. അതായത് നമ്മളിപ്പോ ഇനി ഫ്രോക്ക് തയ്ക്കുകയാണെങ്കിലും ഇതുപോലെ തന്നെയാണ് കട്ട് ചെയ്യുക. അപ്പൊ അതിൽ സെമി അംബ്രല വരുന്നതിന് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് മെഷർമെന്റ് കണ്ടെത്താൻ വേണ്ടി എടുക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ അംബ്രല, അതായത് കറക്റ്റ് ഫുൾ റൗണ്ടിൽ വരുന്ന 360 ഡിഗ്രിയിൽ വരുന്ന റൗണ്ടിൽ നമുക്ക് കിട്ടുന്ന അംബ്രല സ്കേർട്ട് നമ്മൾ തയ്ക്കും. അംബ്രല സ്കേർട്ട് ആണെങ്കിലും അതേപോലെ തന്നെ നമ്മൾ ഉടുപ്പാണെങ്കിലും, അതായത് വലിയ സാരി ഒക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 5 മീറ്റർ സാരി ഒക്കെ ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ സാരിനെ 2 ആക്കി മടക്കിയിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ഒന്നും കൂടെ മടക്കും. അങ്ങനെ നമ്മൾ ഇത് 4 ആക്കിയിട്ട് ഇതേപോലെ മടക്കിയിട്ട് ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ക്രോസ് ചെയ്ത് മടക്കുക. ഇതിപ്പോ 4 മീറ്റർ ഇല്ല, അല്ല 5 മീറ്റർ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇത്ര ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ് വരുന്നത്. ഇല്ലെങ്കിൽ ഇത് താഴെ വരെ ഇങ്ങനെ ഉണ്ടാവും. അത് ഞങ്ങൾക്ക് കാണിച്ചു തരാണ്. അങ്ങനെ മടക്കിയിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് എടുക്കുമ്പോൾ ഇതിൽ 4 ഫോൾഡ് വരുന്നുണ്ടല്ലോ. അപ്പൊ ആ 4 ഫോൾഡ് വരുമ്പോൾ ഇതിങ്ങനെ കുറച്ച് നമുക്ക് ഈ ഒരു ഭാഗത്തേക്കുള്ള മെഷർമെന്റ് കുറച്ച് കുറവായിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ അത് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതും ഞാൻ ഈ വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് ഫുൾ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. സ്കിപ്പ് ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചില ഭാഗത്ത് ചില കൺഫ്യൂഷൻ വരും. അപ്പൊ അതിനോട് ഇങ്ങനെ കമന്റ് ബോക്സിൽ ചോദിക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമുക്ക് പലാസോ പാന്റ്, ഞാനിത് എത്ര വയസ്സുള്ള കുട്ടിക്കൊന്നും പറയുന്നില്ല. കാരണം എന്താന്ന് വെച്ചാല് ഈ കുട്ടി നല്ല തടിയും നല്ല വലുപ്പമുള്ള കുട്ടിയാണ്, പക്ഷെ ചെറിയ കുട്ടിയാണ്. അതുകൊണ്ട് ഇവിടെ വേസ്റ്റ് റൗണ്ട് വരുന്നത് 28 ഇഞ്ചാണ് കേട്ടോ. വേസ്റ്റ് റൗണ്ട് അല്ല, ഹിപ്പ് റൗണ്ട്. ഹിപ്പ് റൗണ്ട് വരുന്നത് 28 ഇഞ്ചും, ഹിപ്പ് റൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തെ അളവാണ് കേട്ടോ, 28 ഇഞ്ചാണ്. പിന്നെ ഈ ഒരു ഭാഗത്ത് വരുന്നത് 23 ഇഞ്ചാണ് കേട്ടോ. കറക്റ്റ് വേസ്റ്റ് റൗണ്ട് വരുന്നത് 23 ഇഞ്ചാണ്. ഈ ഭാഗത്തുള്ള ഹിപ്പ് റൗണ്ട് വരുന്നത് 28 ഇഞ്ചാണ്. അപ്പൊ അത് വെച്ചിട്ടാണ് ഞാൻ ഇതിൽ മെഷർമെന്റ് കാണിക്കുന്നത്. പിന്നെ ഇതിന്റെ ലെങ്ത്തും 28 ഇഞ്ച് തന്നെയാണ് ഉള്ളത് കേട്ടോ. പാന്റിന്റെ ടോട്ടൽ ലെങ്ത് 28 ഇഞ്ചാണ്. അപ്പൊ നമുക്ക് തുണി, അതായത് 2 മീറ്റർ തുണി എടുക്കുക. ഇതിൽ 2.5 മീറ്റർ തുണി ഉണ്ട്. അത് നിങ്ങൾ കാര്യമാക്കണ്ട. കാരണം ഒരു ഫുൾ ആയിട്ടുള്ള ഡ്രസ്സ്, അതായത് ഇതോട്ട് തന്നെ ഷ്രഗും ഇതോട്ടൊരു ഷാളും ഒക്കെ തയ്ക്കാൻ വേണ്ടിയിട്ട് തന്ന മെറ്റീരിയൽ ആണ്. അപ്പൊ ഇതിന് ഞാൻ ഷ്രഗിനുള്ളത് അവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് കട്ട് ചെയ്തിട്ട് ബാക്കി വരുന്നതോട്ട് ചെറിയൊരു സിമ്പിൾ ആയിട്ടുള്ള ഷാള് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മീറ്റർ മതി കേട്ടോ ഈ പാന്റ് തയ്ക്കാൻ.
ഈ മെഷർമെന്റിൽ വരുന്ന കുട്ടിക്കാണെങ്കിൽ 2 മീറ്റർ മതി. എന്നിട്ട് ഇതേപോലെ രണ്ടാക്കി മടക്കുക. നിങ്ങൾ കണ്ടല്ലോ, ഇതേപോലെ ഇങ്ങനെ ഇതിന്റെ അറ്റം ഇങ്ങനെ 2 മടക്കാക്കിയിട്ട് വെക്കുക. ഇതേപോലെ 2 പൊളിവ് ഉണ്ടാവും. ഇതേപോലെ ഇപ്പൊ നമ്മൾ ഇതാ 2 മടക്കാക്കി, കണ്ടല്ലോ. പിന്നെ നമ്മൾ ഈ ഒരു അറ്റത്താണ്, അതായത് ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗത്താണ് നമ്മൾ ആ ഒരു കോണ് ഭാഗം കൊടുക്കുന്നത്. കാരണം ഇവിടെയും കട്ടിങ് വരുന്നുണ്ട്, അതായത് ഇവിടെയും 2 ഓപ്പൺ വരുന്നുണ്ട്, കണ്ടല്ലോ. അതേപോലെ ഈ ഒരു ഭാഗത്തും 2 ഓപ്പൺ വരുന്ന ഭാഗമാണ്, മനസ്സിലായല്ലോ. അതുകൊണ്ട് ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഇതിങ്ങനെ ക്രോസ് ചെയ്തിട്ട് മടക്കുന്നത്, ഇങ്ങനെ മടക്കുന്നത്. ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ പറയുന്നത്. ചിലർക്ക് ഭയങ്കര ഡൗട്ട് ആയിരിക്കും. അതോട്ടാണ് നമ്മളിവിടെ ഈ 2 ഭാഗം ഇങ്ങനെ വെച്ചിട്ട് 2 ആക്കി മടക്കി, ഈ 2 ആക്കി മടക്കിയിട്ട് നമ്മൾ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു സൈഡ് നമ്മൾ ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു കോൺ ഷേപ്പ് കിട്ടി ഇങ്ങനെ. അത് ഞാൻ നിലത്ത് വെച്ചിട്ടൊന്ന് കാണിച്ചു തരാം. ഇതുപോലെ ഒരു കോൺ ഷേപ്പ് നിങ്ങൾക്ക് കിട്ടും, കണ്ടല്ലോ. ഇങ്ങനെയാണ് നമ്മളിത് മടക്കി വെക്കേണ്ടത്. ഇത് നമ്മൾ സെമി സർക്കിൾ ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ കാണിച്ചു തരാം കേട്ടോ, നിലത്ത് വെച്ചിട്ട്. ഇപ്പൊ ഞാനിവിടെ 2 ഫോൾഡ് ആക്കിയിട്ട് ഇവിടെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു മെറ്റീരിയൽ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു ഭാഗത്തുണ്ടല്ലോ, ഈ ഒരു ഭാഗത്ത് കുറച്ചിങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അതൊന്ന് കറക്റ്റ് ലെവൽ ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ഭാഗം കറക്റ്റ് ലെവലാക്കി കട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ എന്താണ് ഓപ്പൺ വരുന്ന ഭാഗമാണ്, ഇവിടെയും ഓപ്പൺ വരുന്ന ഭാഗമാണ്, അവിടെയും ഓപ്പൺ വരുന്ന ഭാഗമാണ്. നമ്മൾ ഈ 2 മീറ്റർ തുണിനെ നേരെ പകുതിയാക്കിയിട്ട് ഇങ്ങനെ മടക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ അതിന്റെ മടക്ക് വരുന്നത് ഈ ഒരു വശത്താണ് കേട്ടോ. പിന്നെ ഈ ഒരു ഓപ്പൺ വരുന്ന ഭാഗത്ത് നിന്ന് ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം നമ്മൾ നേരെ ക്രോസ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വെക്കും. ആ ഒരു ഭാഗത്തിനെ നേരെ ഇങ്ങോട്ടേക്ക് മടക്കി വെക്കുമ്പോൾ ഇത് ഇങ്ങനെ ഒരു കോൺ ഷേപ്പ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക. ഇതേപോലെ ഒരു കോൺ ഷേപ്പ് ആയിട്ട് കിട്ടും. അപ്പൊ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഭാഗം നമ്മൾ ആദ്യം ഒന്ന് സൈഡ് ഒന്ന് കട്ട് ചെയ്തിട്ട് ലെവൽ ചെയ്തെടുക്കുക. അതായത് ഇപ്പൊ ഇവിടെ ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് നിൽക്കുന്നുണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് മാറ്റുക. ഇപ്പൊ നമ്മൾ ആ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു കോണ് വരുന്ന ഭാഗത്തിനെ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. മനസ്സിലായല്ലോ. ഇതേപോലെ നമ്മളൊന്ന് നിവർത്തിയിട്ട് ഒന്ന് ക്ലിയർ ആക്കിയിട്ട് വെച്ചു കൊടുക്കുക. ഇതുപോലത്തെ ഫ്ലെയർ പലാസോ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഫ്ലോറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അതിൽ തന്നെ വിരിച്ചിട്ടിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കട്ടോ. നമ്മൾ അത്യാവശ്യം കുറച്ച് സ്പേസ് വേണ്ട ഒരു ഡ്രസ്സാണിത് തയ്ച്ചെടുക്കുന്ന ടൈമിൽ. അപ്പൊ ഇതേപോലെ നമ്മൾ ക്രോസ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്, കണ്ടല്ലോ. ഇതേപോലെ ക്രോസ് ചെയ്ത് വെക്കുക. ഇനി ഇതിലാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. അപ്പൊ നിങ്ങൾ ഈ 3 മെഷർമെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നിങ്ങൾ തയ്ക്കുന്ന കുട്ടിയുടേതാണെങ്കിൽ കുട്ടിയുടേത്, നിങ്ങൾക്കാണെങ്കിൽ നിങ്ങളുടെ ഫുൾ ലെങ്ത്, അതായത് നമ്മുടെ വേസ്റ്റിൽ നിന്ന് താഴെ വരെ എത്ര ഇഞ്ച് നീളം വേണം നിങ്ങളുടെ പാന്റിന് എന്നുള്ളത് നിങ്ങൾ നോക്കുക. അപ്പോൾ എനിക്കിവിടെ 28 ഇഞ്ചാണ് നീളം വരുന്നത്. അതേപോലെ ഇതിന്റെ ഹിപ്പ് റൗണ്ട്, അതായത് ആ കുട്ടിയുടെ ഹിപ്പ് റൗണ്ട് വരുന്നത് 28 ഇഞ്ചാണ്. അതൊന്ന് എടുക്കുക. പിന്നെ വേസ്റ്റ് റൗണ്ടും എടുക്കുക. വേസ്റ്റ് റൗണ്ട് കറക്റ്റ് മെഷർമെന്റ് വരുന്നത് 23 ഇഞ്ചാണ്. ഇത് ടാപ്പ് നല്ല അത്യാവശ്യം ടൈറ്റിൽ പിടിച്ചിട്ട് തന്നെ കറക്റ്റ് മെഷർമെന്റ് എടുത്തതാണ് 23 ഇഞ്ച്. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, 3-4 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ ഇലാസ്റ്റിക് കണ്ടെത്തുക കേട്ടോ ഈ വേസ്റ്റ് റൗണ്ടിൽ നിന്ന്. അതിനാണ് വേസ്റ്റ് റൗണ്ട് കറക്റ്റ് ആക്കിയിട്ട് എടുക്കണം എന്ന് പറയുന്നത്. അപ്പൊ 23 ഇഞ്ചിൽ നിന്ന് നമ്മൾ 3 ഇഞ്ച് കുറച്ചാൽ അത്യാവശ്യം ലൂസിൽ ഇടാൻ പറ്റുന്ന ഒരു ഇലാസ്റ്റിക് ഉണ്ടാവും. നല്ല ടൈറ്റിൽ ഇടണമെന്നുണ്ടെങ്കിൽ 4 ഇഞ്ച് കുറക്കുക. ഞാനിവിടെ 3 ഇഞ്ചേ കുറക്കുന്നുള്ളൂ. പിന്നെ അപ്പൊ 20 ഇഞ്ചാണ് നമുക്ക് കിട്ടുക. അതാണ് നമ്മൾ ഇലാസ്റ്റിക് അളവെടുക്കുക. കണ്ടല്ലോ, ഇലാസ്റ്റിക്കിന്റെ അളവ് നമ്മൾ എന്ത് ചെയ്യാം, 20 ഇഞ്ച്. അങ്ങനെയാണ് ഇലാസ്റ്റിക്കിന്റെ മെഷർമെന്റ് നമ്മൾ കണ്ടെത്തുന്നത്. കറക്റ്റ് മെഷർമെന്റ് വേസ്റ്റ് റൗണ്ടിന്റെ മെഷർമെന്റ് എടുക്കുക. അതിൽ നിന്ന് 3 അല്ലെങ്കിൽ 4 ഇഞ്ച് കുറക്കുക. പിന്നെ നമുക്ക് 1 ഇഞ്ച് വേണമെങ്കിൽ ഇതിൽ കൂടെ തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് കൊടുക്കാം കേട്ടോ. കാരണം നമ്മൾ അതിന്റെ 2 സൈഡും കൂടി ഒന്ന് തയ്ച്ചു വരുമല്ലോ. അപ്പൊ നമുക്ക് ഇതിൽ എന്ത് ചെയ്യാം, 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി കൊടുക്കുമ്പോൾ നമുക്ക് 21 ഇഞ്ച് കിട്ടും. ഇതാണ് നമ്മൾ കറക്റ്റ് ഇലാസ്റ്റിക്കിന്റെ മെഷർമെന്റ് നമ്മൾ എടുക്കേണ്ടത്. അങ്ങനെയാണ് മെഷർമെന്റ് കണ്ടെത്തുക. പിന്നെ അതിനാണ് നമ്മൾ ഈ വേസ്റ്റ് റൗണ്ട് ഇതിൽ കണ്ടെത്തുന്നത് കേട്ടോ. പിന്നെ ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് പലാസോ പാന്റ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഈ ഹിപ്പ് റൗണ്ട് ഉണ്ടാവുമല്ലോ, അതായത് നമ്മുടെ കുട്ടിയുടെ ഹിപ്പ് റൗണ്ട് എത്രയാണോ നോക്കുക, 28 ഇഞ്ച്. അതാണ് ഞാൻ മുകളിലെ വേസ്റ്റ് ഭാഗത്തെ മെഷർമെന്റ് കണക്കാക്കാൻ എടുക്കുന്നത് ഇപ്പോ. കാരണം പലാസോ പാന്റ് ആണ്. പിന്നെ അതിന് നമ്മൾ ക്രോച്ചും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ അവിടെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് താഴെ അതായത് ഹിപ്പിന്റെ ആ റൗണ്ടിൽ ഭാഗത്തേക്ക് കുറച്ച് വീതി വരണം. അതായത് വേസ്റ്റ് റൗണ്ട് വെച്ചിട്ട് വേസ്റ്റ് റൗണ്ടിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് അരഭാഗത്തെ മെഷർമെന്റ് കാൽക്കുലേറ്റ് ചെയ്താൽ താഴത്തെ ഹിപ്പ് റൗണ്ട് വരുന്ന ആ ഒരു ഭാഗത്തേക്ക് ചിലപ്പോൾ കുറച്ച് വീതി ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് ചിലപ്പോൾ നമ്മൾ ക്രോച്ചൊക്കെ കട്ട് ചെയ്ത് വരുമ്പോൾ അവിടെ ടൈറ്റ് വരാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, കുറച്ച് ലൂസ് ഇരുന്നാലും കുഴപ്പമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഹിപ്പ് റൗണ്ട് വെച്ചിട്ടാണ് ഇപ്പൊ ഇതിന്റെ അരഭാഗത്തെ മെഷർമെന്റ് കണ്ടെത്തുന്നത് കേട്ടോ. അപ്പൊ അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഹിപ്പ് റൗണ്ട് അതായത് 28 ഇഞ്ച് അതിനെ ഡിവൈഡ് ചെയ്യുക. എത്ര കൊണ്ട് അറിയോ, 3.14 കൊണ്ട്. 3.14 വെച്ചിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തെടുക്കുന്നത്. അത് നമ്മൾ സെമി സർക്കിൾ പലാസോ പാന്റ് ആയതുകൊണ്ടാണ്. നമുക്ക് ഫുൾ ഫ്ലെയർഡ് പറഞ്ഞാല് 360 ഡിഗ്രിയിലാണ് നമ്മൾ ഈ ഒരു മെഷർമെന്റ് കണ്ടെത്തുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇതിനെ നമ്മൾ എന്തുകൊണ്ട് ഹരിക്കാന്ന് അറിയോ, ഈ 28 ഇഞ്ചിനെ നമ്മൾ 6.280 കൊണ്ട്, അതായത് ഇതിന്റെ നേരെ
ഇരട്ടി എടുക്കുക. ഈ 3.14ന്റെ നേരെ ഇരട്ടി 6.28 കൊണ്ടാണ് നമ്മൾ ഇതിൽ ഹരിക്കുക. അതായത് നമ്മൾ 4 ഫോൾഡ് ആക്കിയിട്ട് മടക്കിയിട്ടാണ് ഇതിന്റെ വേസ്റ്റ് റൗണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ 6.28 വെച്ചിട്ട് വേണം ഡിവൈഡ് ചെയ്യാൻ. ഇപ്പൊ നമ്മൾ 2 മടക്കാക്കിയിട്ട് അതിനെ കോണാക്കി മടക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിന്റെ വേസ്റ്റ് റൗണ്ട് കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അപ്പൊ നമുക്ക് 3.14 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ 28 ഇഞ്ചിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നതെന്ന് അറിയോ? 8.9 ആണ് കിട്ടുക. അപ്പൊ ഈ 8.9 ആയിരിക്കും നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് 8.9 ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ മെഷർമെന്റ് അടയാളപ്പെടുത്തുക. മനസ്സിലായല്ലോ? അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഈ ഭാഗത്ത് നിന്ന് ഈ ഭാഗത്തേക്ക് 8.9 നമ്മൾ എല്ലാ ഭാഗത്തും ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 28 ഇഞ്ചിന്റെ 4/1 ഭാഗത്തെ മെഷർമെന്റ് ഇവിടെ കിട്ടും. അതായത് 7 ഇഞ്ച് നമുക്ക് കറക്റ്റ് ആയിട്ട് അവിടെ വരും. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു വേസ്റ്റ് റൗണ്ട് കണ്ടെത്തുന്നത്. ഈ ഒരു പലാസോ പാന്റ് തയ്ക്കുന്ന ടൈമിൽ കേട്ടോ. അതല്ല നമ്മൾ അംബ്രല സ്കേർട്ട് തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്ത് കാണിക്കാം. അംബ്രല നമ്മൾ ചെയ്യുന്ന ടൈമിൽ അംബ്രലന്റെ ഈ ഒരു വേസ്റ്റ് റൗണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റ് വേസ്റ്റ് റൗണ്ട് ഉണ്ടാവുമല്ലോ, അതായത് നമ്മൾ യോക്കിന്റെ താഴെ ഭാഗത്ത് കൊടുത്ത ആ വേസ്റ്റ് റൗണ്ട് ഉണ്ടാവുമല്ലോ, അതേ വേസ്റ്റ് റൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം? 3.14 കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുക. സെമി അംബ്രല ഫ്രോക്കാണ് നമ്മൾ തയ്ക്കണമെന്നുണ്ടെങ്കിൽ, അതല്ല ഫുൾ റൗണ്ട് ആയിട്ടുള്ള 360 ഡിഗ്രിയിലുള്ള ഫ്ലെയർഡ് അംബ്രലയാണ് നമ്മൾ തയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ വേസ്റ്റ് റൗണ്ടിനെ നമ്മൾ 6.28 വെച്ചിട്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മെഷർമെന്റ് എത്രയാണോ അത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ ടാപ്പ് പിടിച്ചിട്ട് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗത്തെ മെഷർമെന്റ് നമ്മൾ കറക്റ്റ് കട്ട് ചെയ്ത് വരുമ്പോൾ ഈ കട്ട് ചെയ്യുന്ന മെഷർമെന്റും നമ്മുടെ യോക്കിന്റെ, അതായത് ഈ ഇങ്ങനെ ഇപ്പൊ ഇതൊരു ഫ്രോക്കാണെന്ന് വിചാരിക്കുക, ഫ്രോക്കിന് കട്ട് ചെയ്ത് വെച്ചിരിക്കാന്ന് വിചാരിക്കുക, ഇത് ഇതിന്റെ യോക്ക് ഭാഗം. അപ്പൊ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്കാണല്ലോ നമ്മൾ അംബ്രല ഈ കട്ട് ചെയ്തത് വെച്ച് കൊടുക്കുക. അപ്പൊ ഈ വെച്ച് കൊടുക്കുമ്പോൾ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗവും കറക്റ്റ് ആയിട്ടായിരിക്കും വരിക. അത് നമ്മൾ ഈ ഒരു വേസ്റ്റ് റൗണ്ടിലെ മെഷർമെന്റ് എത്രയാണോ അതിനെ നമ്മൾ 3.14 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പൊ നമുക്ക് ഈ ഒരു ഇത് കിട്ടും. നമ്മൾ നല്ല ഫ്ലെയർഡ് അംബ്രലയാണ് തയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ 4 മടക്കാക്കിയിട്ടായിരിക്കും കട്ട് ചെയ്തിരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു ഭാഗത്തുള്ള അളവ് വേസ്റ്റ് റൗണ്ട് ഉണ്ടല്ലോ, ഈ വേസ്റ്റ് റൗണ്ടിന് നമ്മൾ 6.28 കൊണ്ട് ഹരിക്കുക. വേസ്റ്റ് റൗണ്ടിന് ഉണ്ടോ അപ്പൊ നമ്മൾ ഹരിക്കേണ്ടത്. അത് അംബ്രല ഡ്രസ് ആകുമ്പോഴാണ് ഞാൻ പറയുന്നത്. ഇത് നമ്മൾ പലാസോ പാന്റ് ആണ് തയ്ക്കുന്നത്. ഈ പലാസോ പാന്റിൽ നമുക്ക് ക്രോച്ച് ഭാഗം ഇങ്ങനെ അടയാളപ്പെടുത്താനുണ്ട്. അപ്പൊ ഇങ്ങനെ അടയാളപ്പെടുത്തി വരുമ്പോൾ നമ്മൾ ഈ ഹിപ്പ് റൗണ്ടിന്റെ അടുക്ക് വീതി കുറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഹിപ്പ് റൗണ്ട് വെച്ചിട്ട് ഇതിന്റെ വേസ്റ്റ് റൗണ്ട് കണ്ടെത്തുന്നത്. മനസ്സിലായല്ലോ? അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വേസ്റ്റ് റൗണ്ട് ഉണ്ടല്ലോ 23 ഇഞ്ച്, അതിനെ നമുക്ക് ഇതുകൊണ്ട് ഹരിക്കാം. 3.14 കൊണ്ട് ഹരിച്ചിട്ട് നമുക്ക് ഇവിടെ നിങ്ങോട്ടൊരു മെഷർമെന്റ് കിട്ടും. അത് നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ അതിൽ കൂടി എന്ത് ചെയ്യാം? 2 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സൈഡിലൊക്കെ നമ്മൾ ജോയിന്റ് വരും, 4 ജോയിന്റുകൾ നമുക്ക് വരും ക്രോച്ച് ഭാഗത്ത്. അതൊക്കെ ജോയിന്റ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് 2 ഇഞ്ച് വീതം കുറയാൻ സാധ്യത ഉണ്ട് ഈ ഭാഗത്ത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ഈ അരഭാഗം നല്ല ടൈറ്റ് ആയിട്ടായിരിക്കും വരിക. പിന്നെ അതിന്റെ ഉള്ളിൽ എലാസ്റ്റിക് വെക്കാനുള്ള സ്പേസ് ഉണ്ടാവില്ല. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഹിപ്പ് റൗണ്ട് വരുന്ന ആ ഒരു ഭാഗത്തേക്ക് ഇതേപോലെ ക്രോച്ചൊക്കെ കട്ട് ചെയ്ത് വരുമ്പോൾ ഈ ഒരു ഭാഗത്തും നല്ല ടൈറ്റ് ഫീൽ ചെയ്യും. മനസ്സിലായല്ലോ? അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഹിപ്പ് റൗണ്ട് വെച്ചിട്ട് ഈ ഒരു വേസ്റ്റ് ഭാഗത്തേക്കുള്ള മെഷർമെന്റ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ നമുക്ക് മുകളിൽ എന്തായാലും നമ്മൾ ഇലാസ്റ്റിക് ഇടും. അപ്പൊ ആ ഇലാസ്റ്റിക് ഇടുമ്പോൾ നമുക്ക് അതിന്റെ അരഭാഗം കുറച്ച് ടൈറ്റ് ആയിട്ട് പാകത്തിനുള്ള ടൈറ്റ് ആയിട്ട് വരും ചെയ്യും. ഈ ഭാഗത്തേക്ക് നല്ല വീതിയും വരും. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 8.9 കിട്ടി. ആ 8.9നെ ഞാൻ 9 ആക്കിയിട്ട്, അതായത് 9 ഇഞ്ച് ആക്കിയിട്ട് റൗണ്ട് ചെയ്തെടുക്കുകയാണ്. അതായത് ഒരു പോയിന്റിന്റെ കുറവല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ 9 ഇഞ്ച് എടുക്കുകയാണ്. എന്നിട്ട് ആ ഒരു 9 ഇഞ്ച് ഇവിടുന്ന്, അതായത് ഈ ഒരു കോർണറിൽ നിന്ന് താഴേക്ക് 9 ഇഞ്ച് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ അടയാളപ്പെടുത്തി എടുക്കുകയാണ്. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? ഈ ഒരു ഭാഗത്തെ വേസ്റ്റ് റൗണ്ട് കിട്ടും. മനസ്സിലായല്ലോ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിന്റെ കറക്റ്റ് ടോട്ടൽ മെഷർമെന്റ് 28 ഇഞ്ചാണ്. ആ 28 ഇഞ്ച് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ 28 ഇഞ്ച് മെഷർമെന്റ് അടയാളപ്പെടുത്തുക. ഇതേപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും നമ്മൾ 28 ഇഞ്ച് എവിടെയാണ് വരുന്നത് അവിടെ മെഷർമെന്റ് അടയാളപ്പെടുത്തുക. അങ്ങനെ ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ ഇതേപോലെ ഇങ്ങനെ അടയാളപ്പെടുത്തി എടുക്കുക. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും. മനസ്സിലായല്ലോ? അത് നമ്മൾ അടയാളപ്പെടുത്തുന്നത് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ടാപ്പ് പിടിക്കുക, ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ടാപ്പ് പിടിക്കുക. അങ്ങനെ ഓരോ ഭാഗത്തും ടാപ്പ് പിടിച്ചിട്ട് 28 ഇഞ്ച് നമ്മൾ എവിടേക്കാണോ വരുന്നത് അവിടെ ഓരോ പോയിന്റുകൾ മാർക്ക് ചെയ്തിട്ട് അതിനെ ലെവൽ ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ ഒരു വര വരച്ചു കൊടുക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ പലാസോ പാന്റിനുള്ള ഒരു 2 പീസ് വരുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ക്രോച്ച് വരച്ചു കൊടുക്കും വേണം. അത് ഞാൻ മെറ്റീരിയലിൽ കട്ട് ചെയ്യുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ ഇതാ നമ്മളിവിടെ ഫ്ലെയർ പലാസോക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. പിന്നെ നിങ്ങൾ ഇതൊക്കെ അടയാളപ്പെടുത്തുമ്പോൾ നിങ്ങൾ ചീത്ത വശത്ത് വെച്ചിട്ട് വേണം കേട്ടോ അടയാളപ്പെടുത്താൻ. ഞാൻ ഈ നല്ല വശത്ത് വെച്ചിട്ട് അടയാളപ്പെടുത്തുന്നത്. വീഡിയോയിൽ കുറച്ച് കളറും കാണാൻ കുറച്ച് ഭംഗിയൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾ ഇങ്ങനത്തെ മണ്ടത്തരങ്ങളൊന്നും ചെയ്യരുത്. നിങ്ങൾ എന്തായാലും ഇതൊക്കെ തയ്ച്ചെടുക്കുന്ന ടൈമിൽ, ഇതേപോലെ അളവ് അടയാളപ്പെടുത്തുന്ന ടൈമിൽ നിങ്ങൾ ഇതിന്റെ ചീത്ത വശത്ത് വേണം ഇതിന്റെ അടയാളപ്പെടുത്തി കൊടുക്കാൻ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഈ വരച്ച ചോക്കിന്റെ മാർക്കൊക്കെ ചിലപ്പോൾ പുറത്തേക്ക് കാണാൻ സാധ്യത ഉണ്ട്. ഇതെന്തായാലും കുറച്ച് തട്ടി കൊടുത്താൽ പോകുന്ന ഒരു ചോക്കാണ്. അതുകൊണ്ട് ഞാൻ പുറത്തു കൂടി തന്നെ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതുപോലെ ആയിരിക്കും കേട്ടോ നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിവർത്തി വെച്ചാൽ ഉണ്ടാവുക. ഇതിൽ ഒരു പീസാണ് ഈ കാണുന്നത്. ഇതേപോലത്തെ ഒരു പീസ് ഇതിന്റെ താഴെ വശത്തും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിന്റെ ഒരു ക്രോച്ച് ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ് ക്രോച്ച് ഏരിയ ആയിട്ട് വരുന്നത്. ഇത് ഇതിന്റെ വേസ്റ്റ് റൗണ്ട് ആണ്. പിന്നെ ഇതിന്റെ താഴെ വശമാണ് ഈ കാണുന്നത്. അപ്പൊ ഇതിന് നമുക്ക് ലൈനിങ് വേണം.
ഇത് ഇതുപോലത്തെ കനമില്ലാത്തൊരു മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് ലൈനിങ് ആവശ്യമാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇതിന് ലൈനിങ്ങും ഇതേ മെഷർമെന്റ് വെച്ചിട്ട് ഇതേപോലെ തന്നെ മടക്കി വെച്ചിട്ട് 2 മീറ്റർ തുണിയിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ നിങ്ങൾ ഇതിന് ലൈനിങ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ മെയിൻ മെറ്റീരിയൽ കട്ട് ചെയ്ത അതേ ലെങ്ത്തിലും വീതിയിലൊക്കെ ഉള്ള പീസ് തന്നെ താഴത്തും വെച്ചിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. താഴെ നമ്മൾ എടുക്കുന്ന ലൈനിങ്ങിന്റെ വീതിയൊക്കെ കുറച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചെടുത്താല് നമ്മൾ പാന്റ് തയ്ച്ചിടുന്ന ടൈമിൽ കുറച്ച് ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ കേട്ടോ. അവിടെ ഇവിടെയൊക്കെ കൂടി പിടിച്ച് നിൽക്കുന്ന പോലെ ഉണ്ടാവും. അതുകൊണ്ട് താഴത്തും മുകളിലും നിങ്ങൾ ഒരേ അളവിലുള്ള മെറ്റീരിയൽ തന്നെ ഉപയോഗിക്കാൻ നോക്കുക. താഴെ 2 മീറ്റർ ആണ്, അതേപോലെ തന്നെ മുകളിലും 2 മീറ്റർ ആണ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ കുറച്ച് കൂടി പിടിച്ച് നിൽക്കുന്ന പോലെ ഉണ്ടാവും, ഉള്ളിലത്തെ മെറ്റീരിയൽ കുറവാകുമ്പോൾ. അതായത് ലൈനിങ് കുറച്ചും മുകളിലെ മെറ്റീരിയൽ കൂടുതലാകുമ്പോൾ കാണാനൊരു വൃത്തികേടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ രണ്ടും സെയിം അളവിൽ തന്നെ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ ഇതേപോലെ തന്നെ ഞാൻ ഇതിന് ലൈനിങ്ങും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ കോട്ടന്റെ ഒക്കെ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ലൈനിങ്ങിന്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. പിന്നെ കോട്ടന്റെ മെറ്റീരിയലിന് ലൈനിങ് വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടും ഒരുമിച്ചിട്ട് തന്നെ മടക്കി വെച്ചിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്യാം കേട്ടോ. അതിനൊന്നും കുഴപ്പമില്ല. റയോണിന്റെ അങ്ങനത്തെ ഒക്കെ മെറ്റീരിയൽ ആണെങ്കിൽ ഇത് നമ്മുടെ കയ്യിൽ പിടിച്ചാൽ നിൽക്കാത്തൊരു തരം തുണി ആവുകൊണ്ടാണ് ഞാൻ രണ്ടും സെപ്പറേറ്റ് ആക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. നമുക്ക് ഇതിന്റെ വേസ്റ്റ് ഭാഗത്ത് നമുക്കൊരു പട്ട വെച്ച് കൊടുക്കാൻ, അതായത് ഇലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പീസ് ഇതിൽ ജോയിന്റ് ചെയ്ത് കൊടുക്കാണ്ട്. അപ്പൊ നമ്മുടെ വേസ്റ്റ് റൗണ്ട് വരുന്നത് 28 ഇഞ്ചാണല്ലോ. ആ 28 ഇഞ്ചിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗത്ത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് 3 ഇഞ്ച് വീതിയുള്ള 28 ഇഞ്ച് നീളമുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. 3 ഇഞ്ച് വീതി ഉണ്ട്, അതേപോലെ 28 ഇഞ്ച് നീളം ഉണ്ട്. ഞാൻ 2 മടക്കാക്കിയിട്ട് ഇങ്ങനെ വെച്ച് കാണട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മൾ ലൈനിങ്ങിൽ ഇതേപോലെ ഈ ഒരു വശത്ത് 28 ഇഞ്ചിൽ ഇതേപോലെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ 28 ഇഞ്ചിന്റെ ലെങ്തിലുള്ള പാന്റ് ആണ് തയ്ക്കുന്നത്, ചെറിയ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് തയ്ക്കുന്നത്. അതുകൊണ്ട് നമുക്കിതിൽ ഏപ്പും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് കറക്റ്റ് മെഷർമെന്റിൽ പാന്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് 40 ഇഞ്ച് ലെങ്ത്തിൽ, അതായത് ഇപ്പൊ ഞാനിവിടെ ടാപ്പ് വെച്ചിട്ടുണ്ട് കണ്ടോ, 40 ഇഞ്ച് ലെങ്ത് ആണ് നമുക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ, അതായത് നല്ല ഹൈറ്റ് ഉള്ള ഒരാൾക്കൊക്കെ നമ്മൾ തയ്ക്കുന്ന ടൈമിൽ ഇവിടെ നമ്മൾ മെഷർമെന്റ് ഇതേപോലെ 40 ഇഞ്ചിൽ ഇങ്ങനെ ഒരു റൗണ്ട് വരച്ചെടുക്കുമ്പോൾ ഈ ഒരു ഭാഗം കണ്ടോ, ഈ ഒരു ഭാഗത്ത് ഇത്രയും ഭാഗം 2 പീസ് ഇവിടെ ജോയിന്റ് ചെയ്ത് കൊടുക്കണം. എങ്കിലുള്ളൂ നമുക്ക് ഈ ഒരു പാന്റ് കറക്റ്റ് അളവിൽ ഈ ഒരു ഭാഗത്തേക്കും കിട്ടുള്ളൂ. ഇതിപ്പോ ഈ താഴത്ത് നമ്മൾ വെച്ച ആ ഒരു ലെങ്ത് നമുക്ക് ഈ ഒരു ഭാഗത്ത് കറക്റ്റ് ആയിട്ട് കിട്ടും. പക്ഷെ മുകളിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്ത് വെച്ച ആ ഒരു പീസിന് ഇത് വീതി കുറവാണ്. വീതി കുറവുള്ളത് കൊണ്ട് നമുക്ക് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇതിന്റെ നീളം കറക്റ്റ് കിട്ടൂല. കാരണം നമ്മുടെ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്കുള്ള വീതി കുറവാണ്, ഇത്ര ഇതിന്റെ വീതി വരുന്നുള്ളൂ. അത് നമ്മൾ ഇങ്ങോട്ട് ഫോൾഡ് ചെയ്ത് വെക്കുമ്പോൾ ഇങ്ങനെയാണ് വരിക. അപ്പൊ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് നീളം കിട്ടണം എന്നുണ്ടെങ്കിൽ, അത് മെയിൻ മെറ്റീരിയൽ ആയാലും ലൈനിങ് ആയാലും ഇതുപോലെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഭാഗം കറക്റ്റ് ചെയ്തിട്ട് ഇതേപോലെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ലൈൻ വരച്ചിട്ട് ഇതിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പൊ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇവിടെ നമുക്ക് 2 പീസ് ജോയിന്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. കാരണം ഇതാണ്ടോ, ഇതിലൊരു പീസ്, ഇതൊരു പീസ്, ഇത് രണ്ടുമൊക്കെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇതുവരെയുള്ള ഒരു ഇങ്ങനെയുള്ള ഈ ഒരു ഷേപ്പിലുള്ള ഒരു പീസ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. കണ്ടല്ലോ, ഇതേപോലുള്ള ഒരു ഷേപ്പിൽ നമുക്കൊരു പീസ്, 2 പീസ് നമുക്ക് ഇവിടെ ആവശ്യമാണ്. എന്നാൽ ഇതിന്റെ താഴെ ഭാഗത്ത് നമുക്ക് ജോയിന്റ് ഒന്നും ഇല്ലാതെ ഈ ഒരു വശത്തേക്ക് കംപ്ലീറ്റ് നമുക്ക് ലെങ്ത് കിട്ടും ചെയ്തിരിക്കുന്നു. മനസ്സിലായല്ലോ? അപ്പൊ അതേപോലെ നമ്മൾ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. ആദ്യം നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ഈ ഭാഗം വരെ കംപ്ലീറ്റ് കട്ട് ചെയ്തെടുക്കുക. ഇത് മുതൽ ഇതുവരെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ വരുന്ന ഈ ഒരു ത്രികോണം പോലെയുള്ള ഒരു ഷേപ്പ്, അത് ഉള്ളിലേക്ക് ഇതിന്റെ മുകളിലേക്ക് ഒന്ന് മടക്കി വെച്ചു കൊടുക്കുക. അതായത് കട്ട് ചെയ്തതിന് ശേഷം ഈ ഭാഗം ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ മടക്കി വെച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് ബാലൻസ് വരുന്ന പീസ് ഉണ്ടല്ലോ, ഈ ബാലൻസ് വരുന്ന പീസിൽ അത് നമ്മള് നീളം കുറവാണെന്നുണ്ടെങ്കിൽ ഇത്രയൊക്കെ വരുന്നുണ്ടാവുള്ളൂ. അപ്പൊ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്യുക, നേരെ തിരിച്ചിങ്ങോട്ടേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതിന്റെ മുകളിൽ നമ്മൾ ഈ ഒരു വെച്ച പീസ് ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ട് അവിടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് വെച്ചാൽ ലൈനിങ്ങിലാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ 1 ഇഞ്ച് കുറച്ചിട്ടാണ് ലൈനിങ് 27 ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നേരത്തെ നമ്മൾ മെയിൻ മെറ്റീരിയലിമേ 28 ഇഞ്ച് കറക്റ്റ് ലെങ്ത് എടുത്തിട്ടാണ് കട്ട് ചെയ്തത്. പക്ഷെ ഇവിടെ ഞാൻ 27 ഇഞ്ചാണ് എടുക്കുന്നത്. 1 ഇഞ്ച് കുറച്ചിട്ടാണ് ലൈനിങ് എടുത്തിട്ടുള്ളത്. നിങ്ങളും പാന്റ് തയ്ക്കുമ്പോൾ 1 ഇഞ്ച് കുറവാക്കിയിട്ട് ലൈനിങ് എടുക്കുക കേട്ടോ. അപ്പൊ ഈ ലൈനിങ്ങിന്റെ മെറ്റീരിയലിലാണ് ഞാൻ കാണിച്ചു തരുന്നത് എങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. കാരണം മറ്റേ മെറ്റീരിയൽ തീരെ കയ്യിലൊതുങ്ങി നിൽക്കാത്തൊരു മെറ്റീരിയൽ ആയതുകൊണ്ട് അതുമ്പോൾ കാണിച്ചു തരാൻ ഭയങ്കര റിസ്ക് ആണ്. അതുകൊണ്ട് ഞാൻ ഇതിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് ഈ ഒരു ലൈനിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത്രയും വരുന്ന ഈ ഒരു ഭാഗം നേരെ ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ മറിച്ച് വെക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് വരുന്ന ആ പീസ് ഉണ്ടല്ലോ, ഇതിൽ എന്തായാലും 2 പീസ് ഉണ്ടാവുമല്ലോ, ആ 2 പീസ് നേരെ മറിച്ച് ഇതിന്റെ മുകളിലേക്ക് ഇവിടെ ഇങ്ങനെ കറക്റ്റ് ആക്കിയിട്ട് വെക്കുക. ഇതിന്റെ മുകളിൽ ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് കയറ്റിയിട്ട് ഈ ലൈൻ ഉണ്ടല്ലോ, ഈ ലൈനിൽ ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് കയറ്റിയിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുക. അതായത് അതിന്റെ ഉൾവശത്തേക്ക് നീക്കിയിട്ട് അതിങ്ങനെ വെച്ചു കൊടുക്കുക. നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങോട്ട് മറിച്ചിട്ടല്ലോ, അപ്പൊ അവിടെ കറക്റ്റ് ഇതേപോലെ ഒരു ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ആ ഒരു പീസ് നമ്മൾ എടുത്തിട്ട് ഇവിടെ എന്ത് ചെയ്യുക, ഇത്രയും വീതി ഇവിടേക്ക് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഈ ഭാഗത്ത് പിന്നെ കുറച്ചുള്ള വീതിയുടെ ആവശ്യം വരുന്നത്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു ഭാഗം ഇങ്ങോട്ടേക്ക് മറിച്ചിട്ടാൽ ആ ഭാഗത്ത് നല്ല വീതി ഉണ്ട്, ഈ ഭാഗത്തേക്ക് വീതി കുറവാണ്. അപ്പൊ നമ്മൾ ആ ഭാഗം ഇങ്ങോട്ടേക്ക് മറിച്ചിട്ടിട്ട് ഈ ഭാഗത്ത് ഇവിടുന്ന് മുതൽ ഇവിടെ വരെ നീളം കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഇതിന്റെ ഉള്ളിലേക്ക് ഒരു 1/2 ഇഞ്ച് കയറ്റി വെച്ചിട്ട് നമ്മൾ ഇവിടെ പീസ് കട്ട് ചെയ്തെടുക്കണം. അതായത് 1/2 ഇഞ്ച് കയറ്റി വെക്കുന്ന ഇവിടെ ഈ ഭാഗവും ഈ താഴത്തുള്ള പീസും കൂടി ജോയിന്റ് ചെയ്തെടുക്കും നമ്മൾ. അപ്പൊ ഇവിടെ 1/2 ഇഞ്ച് വീതം രണ്ടൊന്നും പോകും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഭാഗത്ത് നിന്ന് ഇതിന്റെ മുകളിലേക്ക് ഒരു 1/2 ഇഞ്ച് കയറ്റിയിട്ട് ഇവിടെ വെക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ മറിച്ച് വെച്ച പീസ് ഉണ്ടല്ലോ, അത് അതിന്റെ മുകളിലേക്ക് നിവർത്തി വെക്കുക.
നിവർത്തി വെക്കുമ്പോൾ എന്ത് ചെയ്യും, ഇതേപോലത്തെ ആ ഒരു ഷേപ്പ് തന്നെ നമുക്ക് ഈ ഭാഗത്ത് കാണും. അപ്പൊ നമ്മൾ ആ പീസ് എന്ത് ചെയ്യുക, ആ ഷേപ്പിന്റെ പുറത്ത് കൂടെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ കട്ട് ചെയ്യുമ്പോൾ ഒരു 1/2 ഇഞ്ച് കുറച്ചും കൂടി ഈ ഭാഗത്തേക്ക് എക്സ്ട്രാ വിട്ടിട്ട് കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ലാസ്റ്റ് ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് വരുമല്ലോ, സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ പാന്റ് കംപ്ലീറ്റ് നിവർത്തി വെച്ചിട്ട് നോക്കുമ്പോൾ ഈ ഭാഗത്ത് എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ അപ്പൊ നമുക്കൊന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതായത് നമ്മൾ ഈ താഴത്തുള്ള ഈ പീസ് ഉണ്ടല്ലോ, ഈ പീസ് ജോയിന്റ് ചെയ്തത് കുറച്ച് കൂട്ടി എടുത്താലും കുഴപ്പമില്ല, ജോയിന്റ് ചെയ്യാൻ എടുക്കുന്ന പീസ് കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല. നമ്മളെ കറക്റ്റ് ജോയിന്റ് ചെയ്യാത്ത ഒരു പീസ് ഇതിന്റെ ഉള്ളിലുണ്ടല്ലോ, ഇതാ 2 പീസ് ജോയിന്റ് ചെയ്യാത്ത പീസ് ഇതിന്റെ ഉള്ളിലുണ്ടല്ലോ, നമ്മൾ പാന്റ് നിവർത്തി വെച്ച് നോക്കുമ്പോൾ ഈ പീസിന്റെ കറക്റ്റ് ലെവലിന് മറ്റേ പീസ് ജോയിന്റ് ചെയ്ത പീസ് നമുക്ക് ലെവൽ ചെയ്തൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി പാന്റ് തയ്ക്കൽ കഴിയുമ്പോൾ. അറ്റ് ലാസ്റ്റാണ് ഞാൻ പറയുന്നത്. അതായത് ക്രോച്ചൊക്കെ തയ്ച്ചിട്ട് ലെങ്ത് ഒക്കെ ഇലാസ്റ്റിക് ഒക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം താഴെയാണല്ലോ ഏറ്റവും ലാസ്റ്റ് ആണല്ലോ നമ്മൾ താഴെ വശം മടക്കി തയ്ക്കുക. ആ ഒരു ടൈമിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, കറക്റ്റ് വെച്ച് കൊടുത്തിട്ട് ഇതേ അളവിന് തന്നെ ഈ ജോയിന്റ് ചെയ്ത പീസിന്റെ അടിഭാഗം ഒന്ന് ലെവൽ ചെയ്തൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നമ്മൾ ഈ കട്ട് ചെയ്തെടുക്കുന്ന ഈ ഒരു ഷേപ്പിലുള്ള പീസ് കുറച്ച് വീതി കൂടുതലുള്ളത് എടുത്താലും കുഴപ്പമില്ല എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതിൽ എനിക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഇതിന്റെ ബാലൻസ് വരുന്ന പീസ് വെച്ചിട്ട് വേണം എനിക്ക് ഇതിന്റെ മുകളിലുള്ള ക്രോപ്പ് ടോപ്പ് ഒക്കെ തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാനിവിടെ 27 ഇഞ്ചിൽ വരച്ച ഈ ലൈനിൽ തന്നെയാണ് ഞാൻ ഈ ലൈനിങ് കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് അരയിലേക്ക് ജോയിന്റ് ചെയ്യാൻ 3 ഇഞ്ച് വീതിയിലും 28 ഇഞ്ച് നീളത്തിലുള്ള ഒരു പട്ടയും ഇതിന്റെ വേസ്റ്റ് വരുന്ന ഭാഗത്ത് നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പൊ നമ്മളിവിടെ ലൈനിങ്ങും മെയിൻ മെറ്റീരിയലും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ 2 പീസ് ഉണ്ട്, ഇതിലും 2 പീസ് ഉണ്ട്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ലൈനിങ് ഉണ്ടല്ലോ, ആ ലൈനിങ്ങിന്റെ ക്രോച്ച് ഏരിയ മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സൈഡിലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മെയിൻ മെറ്റീരിയലിന്റെ ഈ ഒരു ക്രോച്ച് ഏരിയ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഈ ഒരു ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ 2 ക്രോച്ച് ഏരിയയും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പൊ ലൈനിങ്ങിന്റെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രശ്നമില്ല, പക്ഷേ ഈ ഒരു മെയിൻ മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിന്റെ നല്ല വശം ഉള്ളിലേക്ക് ആക്കി വെച്ചിട്ടാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. നല്ല വശം ചേർത്ത് വെച്ചിട്ട് കണ്ടല്ലോ, നല്ല വശം ചേർത്ത് വെച്ചിട്ട് നമ്മൾ പുറത്തു കൂടെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു ഭാഗത്ത് കൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ലൈനിങ് പിന്നെ ഉള്ളിലും പുറത്തൊക്കെ ഒരേപോലെ തന്നെയാണ്. ഇത് ക്രേപ്പിന്റെ മെറ്റീരിയൽ ആവട്ടെ, ഇത് രണ്ടും നമുക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ല അതിന്റെ ഉള്ള ഏതാണോ പുറ ഏതാണോ, നല്ല വശം ചീത്ത വശം നമുക്ക് മനസ്സിലാവാത്ത രീതിയിലാണ്. അതുകൊണ്ട് ലൈനിങ്ങിന്റെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രശ്നമില്ല. പക്ഷെ മെയിൻ മെറ്റീരിയൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല വശം ചേർത്ത് വെച്ചിട്ട് ചീത്ത വശത്ത് കൂടാണ് നമ്മൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഇതിന്റെ രണ്ടിന്റെയും ക്രോച്ച് ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോ ഇത് മെയിൻ മെറ്റീരിയലിന്റെ ഉള്ളിലുള്ള ചീത്ത വശമാണ്. ഇത് നമുക്കൊന്ന് പുറം മറിച്ചെടുക്കണം. അതായത് ഇതിന്റെ നല്ല വശം ആക്കിയെടുക്കുക. ഈ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ലൈനിങ്ങിന്റെ ആ ഒരു പീസ് അതേപോലെ തന്നെ ഇരിക്കട്ടെ. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പുറം മറിച്ചിട്ട് നല്ല വശാക്കി എടുക്കുക. ഇപ്പൊ നമ്മളിത് പുറം മറിച്ചെടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ സ്റ്റിച്ച് ഉള്ളിലേക്കാണ്, പുറത്ത് സ്റ്റിച്ച് ഒന്നും കാണുന്നില്ല. സ്റ്റിച്ച് വരുന്നത് ഇതിന്റെ ഉൾവശത്താണ്. മനസ്സിലായല്ലോ, കണ്ടല്ലോ, ഇതാണ് നമ്മൾ ഉള്ളിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുത്ത ആ ഒരു ഭാഗം. ഇത് ഇതിന്റെ പുറം വശമാണ് കാണുന്നത്. ഇവിടെ സ്റ്റിച്ച് ഒന്നും കാണുന്നില്ല. ഇതേപോലെ രീതിയിൽ നമ്മൾ ഇതേപോലെ ഇടുക. ഇനി നമ്മൾ ഇത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ലൈനിങ്ങിന്റെ പീസ് ഉണ്ടല്ലോ, അത് ഇതിന്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുക. ഈ ലൈനിങ് ഈ നല്ല മെറ്റീരിയലിന്റെ ഉൾവശത്തേക്ക് കയറ്റിയിട്ട് ഇതിന്റെ വേസ്റ്റ് ഭാഗവും ആ ഒരു പീസിന്റെ വേസ്റ്റ് ഭാഗവും ഒരുമിച്ച് വരുന്ന രീതിയിൽ നമ്മൾ ഇത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ഭാഗം കംപ്ലീറ്റ് നമ്മൾ ഇങ്ങനെ ചുളുക്കി പിടിച്ചിട്ട് ഈ ഒരു ലൈനിങ് നല്ല പീസ് ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റിയിട്ട് ഈ ലൈനിങ് ഇതിന്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ നമുക്ക് ഇതിന്റെ വേസ്റ്റ് ഭാഗം ഒപ്പമാക്കിയിട്ട് പിടിക്കാം കേട്ടോ. ഈ ഒരു വേസ്റ്റ് ഭാഗം ഇതും ഒപ്പമാക്കിയിട്ട് പിടിക്കാൻ കാണിച്ചു തരാം. ഇപ്പൊ ഇതിന്റെ വേസ്റ്റ് ഭാഗം രണ്ടും ഒപ്പം വരുന്ന രീതിയിൽ ഇതേപോലെ പിടിക്കുക. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഈ ലൈനിങ് ഇതിന്റെ ഉള്ളിലും മെയിൻ മെറ്റീരിയൽ പുറത്തും വേസ്റ്റ് ഭാഗം ഒപ്പം വരുന്ന രീതിയിൽ പിടിക്കുക. ലൈനിങ്ങിന്റെ സ്റ്റിച്ച് ഇതിന്റെ ഇങ്ങോട്ടേക്കായിരിക്കും. കണ്ടോ, ലൈനിങ്ങിന്റെ സ്റ്റിച്ച് ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്ന രീതിയിലും അതേപോലെ തന്നെ ഈ മെയിൻ മെറ്റീരിയലിന്റെ അതായത് നല്ല മെറ്റീരിയലിന്റെ സ്റ്റിച്ച് ഇങ്ങോട്ടേക്കും. ഇത് രണ്ടും കണ്ടോ, ഇത് രണ്ടും ഇങ്ങനെ സെയിം ആയിട്ട് ഒപ്പായിരിക്കും നിൽക്കുക. പിന്നെ നമ്മൾ പിടിച്ച് നോക്കുന്ന ടൈമിൽ നല്ല മെറ്റീരിയലിന്റെ സ്റ്റിച്ച് പുറത്തേക്ക് കാണാത്ത രീതിയിലാണ്. അതേപോലെ തന്നെ ലൈനിങ്ങിന്റെ സ്റ്റിച്ച് ഉള്ളിലും കാണാത്ത രീതിയിലാണ് നിൽക്കുക. കണ്ടോ, ഇപ്പൊ മനസ്സിലായല്ലോ. ഇതിന്റെ രണ്ടിന്റെ സ്റ്റിച്ച് ഈ ഉള്ളിൽ വരുന്ന രീതിയിൽ നമ്മൾ ഇങ്ങനെ കയറ്റി വെക്കുക. ഇതിന്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് ഇതിന്റെ ഈ ഒരു വേസ്റ്റ് റൗണ്ട് ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം കംപ്ലീറ്റ് നമ്മൾ ഒപ്പം പിടിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഈ 2 ഭാഗവും നമുക്ക് ഒപ്പം വെച്ചിട്ട് ഇതേപോലെ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമ്പോൾ ഫസ്റ്റ് ഈ ഒരു കോർണറിൽ നിന്ന് തുടങ്ങണം കേട്ടോ. ഏതെങ്കിലും ഒരു ക്രോച്ച് ഏരിയ സ്റ്റിച്ച് ചെയ്ത ആ ഒരു കോർണറിൽ നിന്ന് തുടങ്ങുക. രണ്ടും ഒപ്പം കറക്റ്റ് ആക്കിയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ഇങ്ങനെ പിടിച്ചിട്ട് ഇതിലൂടെ സ്റ്റിച്ച് ചെയ്ത് പോരുക. അങ്ങനെ നമുക്ക് ഇത് റൗണ്ടിന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു ഭാഗം കംപ്ലീറ്റ് നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് നമ്മൾ ഇതിന്റെ റൗണ്ട് കംപ്ലീറ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ ഒരു അറ്റത്ത് കൂടെ സ്റ്റിച്ച് ചെയ്ത് പോരുക. ഇപ്പൊ നമ്മൾ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തു. അതായത് ഇതിന്റെ ഈ ഒരു വേസ്റ്റ് ഭാഗം ഇതിനോട് യോജിപ്പിച്ചെടുത്തു. ലൈനിങ്ങും മെയിൻ മെറ്റീരിയലും കൂടി ഒരുമിച്ച് യോജിപ്പിച്ചിട്ട് ഇതേപോലെ ഒരു റൗണ്ട് ആക്കിയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഇലാസ്റ്റിക് ഒന്ന് വെച്ച് പിടിപ്പിച്ചു കൊടുക്കണം.
അതിന്റെയൊക്കെ ശേഷം ഏറ്റവും ലാസ്റ്റ് ആണ് കേട്ടോ നമ്മൾ ഇതിന്റെ താഴെ വശമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ 3 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുത്ത പീസ് ഉണ്ടല്ലോ, അതായത് ലൈനിങ്ങിന്റെ മെറ്റീരിയലും അതേപോലെ തന്നെ മെയിൻ മെറ്റീരിയലും നമ്മളിങ്ങനെ 3 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് രണ്ടും ആദ്യം ഒരുമിച്ച് ഇതേപോലെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ 4 സൈഡ് കൂടി നമുക്ക് ആദ്യം സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ. അത് വിട്ട് പോരാതിരിക്കാനാണ്. ഒന്നാമത് ഇത് തീരെ കയ്യിൽ നിൽക്കാത്ത ഒരു തുണിയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇതിന്റെ 4 വശത്തു കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു അറ്റം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് നമ്മൾ 28 ഇഞ്ച് ലെങ്ത്തിൽ 3 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുത്ത പീസുകളാണ് കേട്ടോ. അത് രണ്ടും നമുക്ക് ജോയിന്റ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മളിവിടെ ഈ ഒരു ഭാഗത്ത് മെഷർമെന്റ് നോക്കിയിട്ട് നമ്മൾ 28 ഇഞ്ചാണല്ലോ നമ്മൾ വേസ്റ്റ് റൗണ്ട് വന്നത്. അപ്പൊ അതിന്റെ നേർ പകുതി എന്ന് പറയുന്നത് 14 ഇഞ്ചാണ്. പക്ഷെ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ ഉപയോഗിച്ച മെറ്റീരിയൽ ഇതുപോലെ ഒരു കുഴഞ്ഞ കയ്യിൽ നിൽക്കാത്തൊരു മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് ഇതിങ്ങനെ നിവർത്തി വലിച്ചു പിടിക്കുമ്പോൾ ഇവിടെ 30 ഇഞ്ചിലധികം വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത്. ഇതേപോലെ വലിച്ചു പിടിക്കുമ്പോൾ കണ്ടോ 15.5 ഇഞ്ചും ഒരു പോയിന്റും അത്രയും ഇവിടെ നമുക്ക് വരുന്നുണ്ട് ഇതിന്റെ ഒരു ഭാഗത്തേക്കുള്ള ഈ ഒരു ഇത്. അപ്പൊ നമുക്ക് കറക്റ്റ് റൗണ്ട് ഇങ്ങനെ എടുക്കുകയെന്നുണ്ടെങ്കിൽ കണ്ടോ 31 ഇഞ്ച് ഒരു പോയിന്റ് അങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോ ഞാനിവിടെ എടുത്ത മെറ്റീരിയൽ ആദ്യം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തത് 28 ഇഞ്ച് നീളത്തിലുള്ള ഒരു പീസ് ആയിരുന്നു. അപ്പൊ ആ ഒരു പീസ് ഇതിൽ എത്തൂല, കണ്ടല്ലോ. ഇത് ഇതേപോലെ ഇങ്ങോട്ടേക്ക് കറക്റ്റ് ആയിട്ട് ഇവിടെ എത്തുന്നുണ്ടായിരുന്നില്ല. ഇത് വലിച്ചു പിടിക്കുമ്പോൾ അങ്ങോട്ട് എത്തൂല. ഇവിടെ കണ്ടോ കുറച്ച് ബാലൻസ് കുറവ് വരുന്നുണ്ട്, 1 ഇഞ്ചോളം ഈ ഒരു സൈഡിലേക്ക് കുറവാണ്. അപ്പൊ ഞാനത് മാറ്റിയിട്ട് ഇത് നിങ്ങൾ എന്ത് ചെയ്യാം, ആദ്യം ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിങ്ങനെ വലിച്ചു പിടിച്ചിട്ട് നമ്മൾ ഒന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒന്ന് അളവെടുത്ത് നോക്കുക. എന്നിട്ട് എത്രയാണെന്ന് നോക്കിയിട്ട് നിങ്ങൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. കാരണം നമ്മൾ കോട്ടൺ മെറ്റീരിയലൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റ് അതേ മെഷർമെന്റ് തന്നെ ഉള്ളു വരാറുള്ളത്. പിന്നെ നമ്മൾ ഈ 2 സൈഡൊക്കെ തയ്ച്ചു വരുമ്പോൾ ഈ സൈഡിലും അര ഇഞ്ച് വീതം ഓരോ ഇഞ്ചൊക്കെ കുറവാവും. അപ്പൊ നമ്മൾ എടുത്ത മെറ്റീരിയൽ നമ്മളെടുത്ത ഈ ഒരു പീസ് ഉണ്ടല്ലോ അത് നമുക്ക് എന്തായാലും കറക്റ്റ് ആയിട്ട് തന്നെ വരാറുള്ളത്. പക്ഷെ ഇവിടെ ഞാൻ ഈ ഒരു മെറ്റീരിയൽ എടുത്തിട്ട് ഇത് തയ്ച്ചു വന്നപ്പോഴേക്കും ഈ ഭാഗത്തേക്ക് ഇങ്ങനെ നല്ല നീണ്ട് പോയിട്ടോ. അപ്പൊ അത് കാരണം നിങ്ങൾ ഇത് റൗണ്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഇവിടുന്ന് ടാപ്പ് പിടിച്ചിട്ട് ഇങ്ങോട്ട് വലിച്ചു പിടിച്ചിട്ട് അളവ് നോക്കുക. എന്നിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു പീസ് ഇതേപോലെ 3 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഇപ്പൊ ഞാൻ എടുത്ത മെറ്റീരിയൽ എടുത്ത ഈ പീസ് ഇതിന് കറക്റ്റ് ആണ് കേട്ടോ. ഇനി ഈ ഒരു സൈഡ് നമ്മൾ എന്ത് ചെയ്യാം, ഇതിന്റെ നല്ല വശം ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത് റൗണ്ടിലാവുമല്ലോ, റൗണ്ട് ഷേപ്പിലായി വരുമല്ലോ ഇതേപോലെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഇതിന്മേ ജോയിന്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പൊ ഇതേപോലെ ഇത് ഇതിന്റെ നല്ല വശത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതിൽ കൂടി ജോയിന്റ് ചെയ്തെടുക്കുക ചെയ്യാട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ ഇതിന്റെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ ജോയിന്റ് ചെയ്തെടുത്തു, കണ്ടല്ലോ. 2-3 സ്റ്റിച്ച് ഇട്ടെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരു റൗണ്ട് ഷേപ്പ് ആക്കാരം. അപ്പൊ ഇതിന്റെ ഈ ഒരു കോർണർ ഉണ്ടല്ലോ, അതായത് നമ്മൾ ഈ ജോയിന്റ് ചെയ്തത് അത് ഈ ഇതിന്റെ ഏതെങ്കിലും ഒരു ജോയിന്റ് ചെയ്ത ഭാഗത്തേക്ക് വെക്കാം. ഒന്നെങ്കിൽ ഈ സൈഡിൽ വെക്കാം, അല്ലെങ്കിൽ ഈ സൈഡിൽ വെക്കാം. ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് ഇതിന്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കണം. അതായത് ഇത് ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കുക. കണ്ടല്ലോ, ഇതിന്റെ നല്ല വശവും ഒപ്പം വരുന്ന രീതിയിൽ ഈ ഒരു ഇതിന്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇതാണ് ഇതിന്റെ വേസ്റ്റ് ഭാഗത്തേക്ക് വരുന്ന ആ ഒരു ഭാഗം. അത് ഇതിന്റെ മുകളിൽ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ പിടിച്ചു നോക്കിയത് ഇങ്ങനെ റൗണ്ട് പോലെ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇത് എന്ത് ചെയ്യുക, ഇതിലൂടെ നമ്മൾ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കംപ്ലീറ്റ് റൗണ്ടിൽ ഇതിന്റെ എല്ലാ ഭാഗത്തു കൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. ഇത് ഇതിൽ ജോയിന്റ് ചെയ്ത് പിടിപ്പിക്കുക. അപ്പൊ ഈ ഒരു ഭാഗം നമ്മൾ ഇതിൽ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഇത് ഇതേപോലെ ഒന്ന് ഇങ്ങനെ മറിച്ച് വെക്കുക. കണ്ടല്ലോ, ഈ പട്ട നമ്മൾ ഇതിൽ ജോയിന്റ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ പട്ടയുടെ ഈ ഒരു അറ്റം ഉണ്ടല്ലോ, ഈ ഒരു അറ്റം നമ്മൾ ഇതേപോലെ ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ആക്കിയിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ നമ്മൾ ഈ 1/2 ഇഞ്ച് ഇതേപോലെ ഉള്ളിലേക്ക് ആക്കിയിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പട്ടയുടെ റൗണ്ടിൽ കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിന് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കണം. നേരത്തെ നമ്മൾ വേസ്റ്റ് റൗണ്ട് കറക്റ്റ് മെഷർമെന്റ് ആണ് 23 ഇഞ്ച്. ആ 23 ഇഞ്ചിൽ നിന്ന് 3 ഇഞ്ച് കുറച്ചിട്ട് 20 ഇഞ്ച് നമ്മൾ എടുത്തു. അതിൽ കൂടി 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ട് 21 ഇഞ്ച് നീളത്തിലുള്ള ഇലാസ്റ്റിക് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കേട്ടോ. അപ്പൊ 21 ഇഞ്ചിൽ നമ്മൾ ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിന്റെ 2 അറ്റം കൂടി നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ജോയിന്റ് ചെയ്തിട്ട് റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് തന്നെ എടുക്കുക. ഇതേപോലെ 21 ഇഞ്ചിൽ നമ്മൾ ഒന്ന് ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഈ ഇലാസ്റ്റിക്കിന്റെ ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാക്കി പിടിച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ 1/2 ഇഞ്ച് ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഒന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ നമ്മളിത് ഇതേപോലെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇവിടെ നന്നായിട്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മളിത് ഇങ്ങനെ വലിച്ചിട്ടായിരിക്കും ഇതിന്റെ ഉള്ളിൽ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക. അപ്പൊ നമുക്കത് വിട്ട് പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതേപോലെ ഇത് ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ നമ്മളിത് ഇങ്ങനെ വെക്കുക. കണ്ടല്ലോ, ഇനി ഇത് എന്ത് ചെയ്യണം, ഇതിന്റെ ഉള്ളിൽ നമ്മൾ വെച്ചിട്ട് ഇങ്ങനെ ഈ ഒരു വശത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് 1 ഇഞ്ച് ഇവിടേക്ക് ഇങ്ങനെ മടക്കി വെക്കുക. എന്നിട്ട് നമ്മൾ ഇത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോരുക. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് റൗണ്ടിൽ ഇതേപോലെ
സ്റ്റിച്ച് ചെയ്തെടുക്കുക. കുറച്ച് ഭാഗത്തെത്തുമ്പോൾ നമ്മൾ നന്നായിട്ട് വലിച്ചു പിടിച്ചിട്ട് വേണ്ടി വരും സ്റ്റിച്ച് ചെയ്യാൻ. അപ്പൊ ഇതിന്റെ സ്റ്റിച്ചിങ് ഡീറ്റെയിൽ ആയിട്ട് ഇതേപോലെ ഇലാസ്റ്റിക് വെക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ നമ്മുടെ ചാനലിൽ നോക്കിയിട്ട് കയറി നോക്കിയിട്ട് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഇതേപോലെ നമ്മൾ ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ 1 ഇഞ്ച് മടക്കി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് റൗണ്ടിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു തുമ്പ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അത് ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എങ്കിലും കുറച്ച് വൃത്തി ഉണ്ടാവുള്ളൂ. ഇങ്ങനെ മടക്കി വെച്ചിട്ട് എന്ത് ചെയ്യുക, അതിന്റെ മുകളിൽ ഈ ഇലാസ്റ്റിക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്കി വരുന്ന ഈ 1 ഇഞ്ച് ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ കയറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആദ്യം ഞാൻ ഇതേപോലെ പട്ട ഉള്ളിലേക്ക് കയറി നിൽക്കുന്ന രീതിയിൽ വെച്ചിട്ടൊന്ന് പതിച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാകുമ്പോൾ പിന്നെ നമുക്ക് സുഖമായിട്ട് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാം. ഇനി ഇലാസ്റ്റിക് ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ ഈ ഒരു പട്ട മറിച്ച് വെച്ചിട്ട് നമ്മൾ ഈ ഒരു അറ്റത്ത് കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഇതിന് 1 സൈഡ് ഫൂട്ട് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പൊ കൂടുതൽ വൃത്തിയായിട്ട് കിട്ടും. ഇപ്പൊ നമ്മൾ കറക്റ്റ് ആ 1 ഇഞ്ചിലൂടെ ഇലാസ്റ്റിക് വെച്ചിട്ട് മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഇലാസ്റ്റിക് വെച്ചു. ഇനി നമ്മൾ ഇതുവരെ നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ടായിരുന്നു കാണിച്ചിരുന്നതിന്. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഇതേപോലെ ഈ ഒരു ക്രോച്ച് ഭാഗം സെന്ററിൽ വരുന്ന രീതിയിൽ പിടിക്കുക. കണ്ടല്ലോ, ക്രോച്ച് ഭാഗം സെന്ററിൽ വരുന്ന രീതിയിൽ നമ്മൾ ഇതേപോലെ പിടിച്ചു വെക്കുക. നിവർത്തി വെച്ചിട്ട് കംപ്ലീറ്റ് നിവർത്തി വെച്ചു. ഇപ്പൊ നമ്മൾ ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ഇതേപോലെ പുറം മറിച്ച് ഇടുക. അപ്പൊ ഇതേപോലെ ആയിരിക്കും ഉണ്ടാവുക. എന്നിട്ട് നമ്മൾ ഈ ക്രോച്ച് ഭാഗം സെന്ററിൽ വരുന്ന രീതിയിൽ നമ്മൾ ഇതിങ്ങനെ പിടിക്കുക. ഇതിന്റെ എല്ലാ ക്രോച്ച് ഭാഗം ഇതിന്റെ സെന്റർ ഭാഗത്താണ് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു വശം നമുക്കൊന്ന് തയ്ച്ചെടുക്കാനുണ്ട്. ഈ ഒരു ഭാഗവും നമുക്ക് തയ്ച്ചെടുക്കാനുണ്ട്. അത് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് ഈ ഒരു പാന്റിന്റെ തയ്ച്ചെടുക്കാനുള്ള ഭാഗം കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ലൈനിങ് പീസ് ഇതേപോലെ അങ്ങോട്ട് മറിച്ചു വെക്കുക. എന്നിട്ട് ഈ നല്ല പീസ് ഉണ്ടല്ലോ, മെയിൻ മെറ്റീരിയലിന്റെ ഇതേപോലെ ഈ നല്ല വശവും ചേർത്തിട്ട് ക്രോച്ച് ഭാഗം കറക്റ്റ് സെന്ററിലാക്കി പിടിച്ചിട്ട് ഈ ലൈനിങ് ഇതിമെന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ആക്കി പിടിക്കണം കേട്ടോ. പിന്നെ ലൈനിങ് ഇതിൽ പെടരുത്. നമ്മൾ നല്ല പീസ് മാത്രമാണ് സ്റ്റിച്ച് ചെയ്ത് പോരുന്നത് കേട്ടോ. നല്ല പീസിന്റെ ഈ ക്രോച്ചിന്റെ അവിടുന്ന് ഇങ്ങനെ താഴെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോരുക. ഈ ഒരു വശത്തേക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പൊ ഇതേപോലെ നമ്മൾ കണ്ടല്ലോ, ലൈനിങ് അങ്ങോട്ട് മുകളിലേക്ക് അങ്ങോട്ട് മറിച്ചിടുക. എന്നിട്ട് ഈ ഒരു നല്ല പീസിന്റെ ഈ ഒരു ക്രോച്ച് ഭാഗത്തുനിന്ന് ഈ ഒരു സൈഡിൽ നിന്ന് ഈ ഒരു അറ്റം വരെ താഴെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോരുക. അതേപോലെ തന്നെ ഈ ഭാഗത്തും ക്രോച്ച് ഏരിയ ഒപ്പം പിടിച്ചിട്ട് ബാക്കി ഇങ്ങോട്ടേക്ക് നമ്മൾ താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് പോരുക. അതിനുശേഷമാണ് നമ്മൾ ലൈനിങ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പൊ നമ്മൾ ഈ ഒരു 2 ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. കണ്ടല്ലോ, ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത് ഈ ലൈനിങ് ആണ്. ലൈനിങ് ഇപ്പൊ നമ്മൾ ഇതേപോലെ മുകളിലേക്ക് ഇങ്ങനെ മറിച്ചിട്ടിരിക്കുകയാണല്ലോ. അതായത് ഇതാണ് ഇലാസ്റ്റിക്, ഇതിന്റെ മുകളിലാണ് നമ്മുടെ ലൈനിങ് ഇങ്ങനെയാണല്ലോ ഉണ്ടാവുക. അത് നമ്മൾ ഇങ്ങനെ മുകളിലേക്കാണ് മറിച്ചിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്തുനിന്നും ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ഇങ്ങനെ എടുത്ത് ഇലാസ്റ്റിക്കിന്റെ മുകളിലൂടെ ഇപ്പുറത്തേക്ക് ഇങ്ങനെ ഇടുക. മനസ്സിലായല്ലോ? ഈ ഒരു വശത്തേക്ക് ഇങ്ങനെ ഇടുക. ഞാൻ നിവർത്തി വെച്ചിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ നമ്മൾ ആ ലൈനിങ്ങിന്റെ പീസ് ഇതാ ഇങ്ങനെ ഇങ്ങോട്ടേക്കും നമ്മൾ ആ ഇലാസ്റ്റിക്കിന്റെ മുകളിലൂടെ അങ്ങോട്ട് മറിച്ചിട്ട് ഇട്ടു. മനസ്സിലായല്ലോ? ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതിന്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഇതിലൂടെ നമ്മൾ ഇങ്ങനെ ഈ ഒരു ക്രോച്ച് ഏരിയ കംപ്ലീറ്റ് ഈ താഴെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെയ്യുന്നത് കേട്ടോ. മറ്റേതും നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഇത് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് മറിച്ചിടുമ്പോൾ ഈ ഒരു സ്റ്റിച്ച് ഇതിന്റെ ഉള്ളിലായിരിക്കും, പുറത്തൊക്കെ സ്റ്റിച്ച് ഒന്നും കാണാത്ത രീതിയിലായിരിക്കും ഉണ്ടാവുക. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആദ്യം നമുക്ക് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ക്രോച്ച് ഭാഗം കറക്റ്റ് ഒപ്പാക്കി പിടിച്ചിട്ട് അവിടുന്ന് ഈ താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ ഈ ഒരു വശത്ത് നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് പോരുക. ഇപ്പൊ നമ്മൾ രണ്ടിന്റെയും ക്രോച്ച് സ്റ്റിച്ച് ചെയ്തു. ഇതിങ്ങനെ ഇങ്ങോട്ടും സ്റ്റിച്ച് ചെയ്തു, ഇതിങ്ങനെ ഇങ്ങോട്ടും സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു പാന്റിന്റെ ലൈനിങ്ങിന്റെ ഒരു കാലുണ്ടാവുമല്ലോ, ഇതിന്റെ ഉള്ളിലൂടെ നമ്മൾ കൈയിട്ടിട്ട് ഇങ്ങനെ ഇതിന്റെ ഉള്ളിലൂടെ നമുക്ക് ഈ ഒരു ഇലാസ്റ്റിക്കിന്റെ അവിടേക്ക് എത്തണം. ഇതേപോലെ നമ്മൾ ഇങ്ങനെ കൈയിടുക. എന്നിട്ട് ഈ ഇലാസ്റ്റിക് ഉണ്ടല്ലോ, ഈ ഇലാസ്റ്റിക്കുമ്മ പിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ പുറം മറിച്ചെടുക്കുക. കണ്ടല്ലോ, ഒരു കാലിന്റെ ഉള്ളിലൂടെയാണ് ഇപ്പൊ ഇത് പുറം മറിച്ചെടുത്തത്. മറ്റേ കാലിപ്പോ അതിന്റെ ഉള്ളിലാണ്. കണ്ടല്ലോ, അതിന്റെ ഉള്ളിലാണ്. ഇനി ഈ കാല് നമ്മൾ അതിന്റെ ഉള്ളിൽ നിന്ന് കൈയിട്ടിട്ട് പുറത്തേക്ക് വലിച്ചെടുക്കുക. ഇപ്പൊ നമ്മള് ഈ ഒരു പാന്റ് ഇതേപോലെ മറിച്ചെടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുക. ഇതിന്റെ ഒരു കാല് ഇതിന്റെ ഉള്ളിലേക്ക് ആയ രീതിയിലായിരിക്കും ഉണ്ടാവുക. അത് നമ്മൾ എന്ത് ചെയ്യുക, കൈയിട്ടിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് കൈയിട്ടിട്ട് ഇങ്ങനെ പുറത്തേക്ക് വലിച്ചെടുക്കുകയാണ് ചെയ്യുക കേട്ടോ. ഇതേപോലെ പുറത്തേക്ക് വലിച്ചെടുക്കുക. അപ്പൊ വലിച്ചെടുക്കുമ്പോൾ അതിന്റെ നല്ല മെറ്റീരിയലും കൂടി അതിന്റെ കൂടെ ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇപ്പൊ നമ്മൾ ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് നോക്കുമ്പോൾ അതിന്റെ കണ്ടോ, ഒരു കാലിന്റെ ഉള്ളില് അതേപോലെ ലൈനിങ്ങും ഉണ്ട്, അതേപോലെ നല്ല മെറ്റീരിയലും ഉണ്ട്. മറ്റേ കാലിന്റെ ഉള്ളിലും ലൈനിങ്ങും മെറ്റീരിയലും വരുന്ന രീതിയിൽ നമ്മളിത് മറിച്ചെടുക്കുക. അപ്പൊ ഇതിന്റെ ഈ ഭാഗം കണ്ടോ, ഈ ഭാഗത്തൊന്നും സ്റ്റിച്ചൊന്നും പുറത്തേക്ക് കാണുന്നില്ല. അത് ലൈനിങ് ആണ്. ലൈനിങ്ങിന്റെ പുറത്തേക്കൊന്നും ഇതിന്റെ ഒരു സ്റ്റിച്ചും പുറത്തേക്ക് കാണാത്ത രീതിയിലാണ് നമ്മളിത് തയ്ച്ചിട്ടുള്ളത്. അതായത് ഇതിന്റെ ഉൾവശമാണിത്. ഇനി നമുക്കിത് പുറത്തേക്കൊന്ന് മറിച്ചിട്ട് നോക്കാം. അപ്പൊ ഇതിന്റെ ഈ പുറം വശത്തും ഇതേപോലെ സ്റ്റിച്ച് ഉള്ളിലേക്ക് പോയ പോലെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ സ്റ്റിച്ച് നമുക്ക് എവിടെയും പുറത്ത് കാണാൻ പറ്റാത്ത രീതിയിലായിരിക്കും ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടാവുക.
ഇനി നമുക്ക് ഇതിന്റെ ഏറ്റവും ലാസ്റ്റ് ഈ ഒരു താഴെ വശം കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇത് ഞാൻ ഒന്ന് ഓവർലോക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതേപോലെ നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് നിവർത്തിയിട്ട് വെച്ച് നോക്കിയിട്ട് ഇതിന്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ കറക്റ്റ് അല്ലേ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കട്ട് ചെയ്യാനുള്ളവർക്കൊക്കെ ഈ ഒരു ടൈമിൽ നമുക്കിത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഒന്ന് ലെവൽ ചെയ്തിട്ട് ആ ഒരു ഭാഗം കംപ്ലീറ്റ് നമുക്കൊന്ന് ഓവർലോക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിത് എൻ്റെ ഒരു ബ്രദറിന്റെ മെഷീനിൽ വെച്ചിട്ടാണ് ഇത് ഓവർലോക്ക് ചെയ്തെടുക്കുന്നത്. ഈ ഒരു മെഷീനിൽ ഞാൻ ഈ ഒരു ഫൂട്ട് മാറ്റിയിട്ടാണ് ഓവർലോക്ക് ചെയ്യുന്നത്. ഈ ഒരു ഫൂട്ട് മാറ്റി കൊടുക്കുകയാണ്. അപ്പൊ ഇതിൽ നമുക്ക് ഇങ്ങനെ പിരിച്ചിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനത്തെ ഒരു സെറ്റപ്പാണിത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളവർ ഇതേപോലെ ചെയ്തെടുക്കാം. അല്ലാത്തവരെന്ത് ചെയ്യാം, സാധാരണ കാലിഞ്ച് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് നമ്മൾ അറ്റം ഫോൾഡ് ചെയ്തിട്ട് മടക്കൂല, അതേപോലെ മടക്കിയിട്ട് നമ്മൾ തയ്ച്ചെടുക്കുക. ഇതിപ്പോ ഞാൻ ഈ ഒരു മെഷീനിൽ ഇങ്ങനെ സിക്സാഗ് സ്റ്റിച്ച് ഇട്ടിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇനി ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നോക്കിക്കോ, നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. പിന്നെ ഇതേപോലെ നമ്മൾ ഈ ഒരു സൈഡ് ഭാഗം എത്തുമ്പോൾ ഇതേപോലെ ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പിടിച്ചു കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. ഇത് സ്റ്റിച്ച് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. നല്ല വളഞ്ഞ് പൊളഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന പോലെ ഉണ്ടാവും. ഇതിന്റെ ഒരു താഴ്വശം കണ്ടോ, ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇങ്ങനത്തെ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നവർ ഇതേപോലെ ഒന്ന് ഓവർലോക്ക് ചെയ്തെടുത്താൽ മതി. അതല്ല സാധാരണ മെഷീനാന്നുള്ളവര് ചെറിയ മടക്കാക്കിയിട്ട് നമ്മൾ അതിന്റെ അറ്റം ഒന്ന് 2 മടക്ക് ഫോൾഡ് ചെയ്തിട്ട് മടക്കി തയ്ച്ചെടുക്കുക കേട്ടോ. 1/2 ഇഞ്ച് വീതിയിലൊക്കെ മടക്കി തയ്ക്കുമ്പോൾ ഒരുപാട് ചുളിഞ്ഞിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ഇപ്പൊ ഇതിന്റെ ഈ ഒരു അടിവശം കണ്ടോ, നല്ല ഫ്ലവർ പോലെ ഇരിക്കുന്നുണ്ട്. ഇതിന്റെ താഴെ ഭാഗമാണ് ഈ കാണുന്നത്. ലൈനിങ്ങിന്റെ താഴെ ഭാഗവും ഞാൻ ഇതേപോലെ തന്നെ ഓവർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. അപ്പൊ നിങ്ങൾക്ക് സാധാ പോലെ ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താലും മതി. അപ്പൊ നമ്മളെ ഫ്ലെയർ പലാസോ പാന്റ് ഇവിടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിലും ഫാമിലിയിലും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടി ചെയ്യാട്ടോ. അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ ബൈ.